എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. പക്ഷെ സ്വന്തം നാട്ടിലൊരു സ്റ്റേജിൽ നാട്ടുകാരുടെ ഫ്രണ്ടിൽ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ അത്ര എളുപ്പമല്ല. ഒരു ടെൻഷനൊക്കെ മനസ്സിലുണ്ട്. പിന്നെ ഇവിടെ വന്ന ഉടനെ നമ്മൾ പണ്ട് ഇവിടെ കുറെ കടപ്പുറമായിരുന്നല്ലോ, അപ്പോഴാണല്ലോ ഗ്രൗണ്ടും മാർബിളൊക്കെ വന്നത്. അപ്പോൾ ചെറിയ വയസ്സിൽ എൻ്റെ അച്ഛനും അമ്മയും അപ്പൂവന്മാരും എന്നെ എൻ്റെ ചേട്ടനെ കളിപ്പിക്കാൻ കൊണ്ടുവരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ട് വലിയ നന്ദിയുണ്ട് മനസ്സിൽ. ഭയങ്കര വലിയൊരു സന്തോഷം മനസ്സിൽ പോകുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ വയസ്സിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ എല്ലാ ദിവസവും ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. അപ്പോൾ വിഴിഞ്ഞം മുതൽ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് വരെ അച്ഛനും അമ്മയും മിക്ക ദിവസവും കൊണ്ടുപോകും. പക്ഷേ ചില ദിവസങ്ങളൊക്കെ കോട്ടപ്പുറം വീടുന്ന് നടന്ന് വിഴിഞ്ഞം ബസ് സ്റ്റാൻഡ് വരെ ഞാനും എൻ്റെ ചേട്ടനും വലിയ ബാഗൊക്കെ തൂക്കിയിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വഴിയിൽ കാണുന്ന കുറേ ചേട്ടന്മാരുടെ മുഖം എനിക്കിവിടെ കാണാം. അപ്പോൾ ആ സമയത്ത് മോനെ നിന്നെ കൊണ്ട് പറ്റൂടാ, നീ ഒരു ദിവസം ഇന്ത്യ കളിക്കും എന്നുള്ളൊരു സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ സ്പെഷ്യലി എടുത്തു പറയുന്ന നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഈ വലിയ ബാഗ് കൊണ്ട് നടന്നു പോകുമ്പോൾ നീ കയറിക്കൊണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ കുറെ ചേട്ടന്മാരാണ്. അതിന് വലിയ സന്തോഷം. പിന്നെ അച്ഛനും അമ്മയുടെ സ്വന്തം നാടല്ലോ. അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, എടാ ഒരു പരിപാടിയുണ്ട്, നീ എത്തിയിരിക്കണം. ഇന്ത്യൻ ക്യാമ്പാണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ഒരു ദിവസം നിനക്ക് വിജയത്തെ അത് കൊടുക്കണം. അപ്പോൾ ഇത്രയും വലിയ സപ്പോർട്ടും ഇത്രയും സ്നേഹവും എനിക്കും എൻ്റെ ചേട്ടനും എൻ്റെ കുടുംബക്കാർക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന എൻ്റെ സ്വന്തം നാട്ടുകാർക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ നന്നായിട്ട് സംസാരിച്ച് വരുന്നേ ഉള്ളൂ, ഇല്ല കുഴപ്പമില്ല, സ്പീച്ചൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷം. അപ്പോൾ ഇവിടെ കുറേ സ്പോർട്സ്മാൻമാർ എനിക്ക് കാണാം, കുറേ പിള്ളേർ കാണാം. അപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യാനുള്ളൂ. നമ്മുടെ മനസ്സിൽ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഒരു സ്വപ്നമുണ്ട്, അത് നേടിയെടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാനും ഡിസിപ്ലിൻ ലൈഫിൽ കാണിക്കാനും ഒരു മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് നേടാൻ പറ്റുമെന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് പിന്നെ നമ്മുടെ ഈ ഏരിയയിലുള്ളവർക്ക് കുറച്ച് എക്സ്ട്രാ ഒരു കോൺഫിഡൻസ്, ശരീരത്തിൽ ഒരു എക്സ്ട്രാ പവറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ലോകത്തിനോട് ഇറങ്ങി കാണിക്കണം. നമ്മൾ ഈ പ്രോപ്പറായിട്ടുള്ള ഒരു അത്ലറ്റിക് ഫിഗറും ഈ സ്ട്രെങ്ത്തും ഇതെല്ലാം ലോകം കാണണം. വിഴിഞ്ഞത്ത് ഇനിയും കുറേ സ്പോർട്സ്മാർ പുറത്ത് വരണം, ഇനിയും നല്ല ആൾക്കാർ, ലോകം അറിയുന്ന കുറേ ആൾക്കാർ പുറത്ത് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ വലിയ സന്തോഷം എന്നെ ഇവിടെ വിളിച്ചതിനും ഇത്ര വലിയ ഒരു സന്തോഷം, ഇത്രയും സപ്പോർട്ട് എൻ്റെ അവിടെ ചെയ്തതിനും വലിയ സന്തോഷം. നമ്മുടെ സഞ്ജു ആണ് ഈ ഒരു ആഘോഷത്തിന്റെ ഒരു സെലിബ്രേഷന്റെ കേക്ക് കെട്ടിയാൻ പോകുന്നത്. ആൻഡ് അച്ഛനായ സാംസൺ അവർകളെയും ഈ ഒരു നിമിഷം മുന്നോട്ട് വരുവാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഫോർ ദ കേക്ക് കട്ടിംഗ് പ്ലീസ്. സോ നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും ലൈനപ്പ് ആവേണ്ടതാണ്. ആദ്യമായിട്ട് കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ലൈനപ്പ് ആവേണ്ടതാണ്. ഉടനെ തന്നെ ടൂർണമെന്റ് ആരംഭിക്കുന്നതായിരിക്കും. അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സോ അധികം വൈകാതെ തന്നെ നമുക്ക്
ഓഫിലേക്ക് കിടക്കാം. I request Sanjeevi Samson to please join there for the kick off. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തിയായ സഞ്ജീവി സാംസൺ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഈ ഒരു ടൂർണമെന്റിൽ കിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ആ നമ്മുടെ ടീം ലൈനപ്പ് ആവേണ്ടതാണ്. നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും ലൈനപ്പ് ആവേണ്ടതാണ്. അദ്ദേഹം നമ്മുടെ ബോൾ പാസ് ചെയ്തുകൊണ്ട് ടൂർണമെന്റ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വിശിഷ്ട വ്യക്തിയായ സഞ്ജീവി സാംസൺ ആണ്. ഈ ഒരു നിമിഷം നമ്മുടെ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഭാഗത്ത് ഹാൻഡ് ചെയ്യാൻ പോകുന്നത് ടൂർണമെന്റ് പ്ലേയേഴ്സ്. Sports and arts club in